INL വഹാബ് പക്ഷം പുതിയ പാർട്ടി രൂപീകരിച്ചു. നാഷണൽ ലീഗ് എന്ന പേരിലാണ് പാർട്ടി രൂപീകരിച്ചത്. പുതിയ പാർട്ടിയെ LDF-ൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പ് കിട്ടിയതായി വഹാബ് പക്ഷം പറയുന്നു. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷംസീർ, INL-ൽ വിഭാഗീയത രൂക്ഷമാണ് എന്നുള്ള കാര്യങ്ങൾ മുൻപ് തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വഹാബ് പക്ഷം പുതിയൊരു പാർട്ടിയുമായി രംഗത്തെത്തിയത്. ഫാരിഷ, ഈ പാർട്ടി രൂപീകരിക്കാനുള്ള സാഹചര്യം പറയുകയാണെങ്കിൽ നേരത്തെ പാർട്ടി പിളർപ്പിലേക്ക് പോവുകയും രണ്ട് വിഭാഗമായാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിനിടെ ഒരു കോടതി നടപടി കൂടി ഉണ്ടായിരുന്നു. ഈ അച്ചടക്ക നടപടിക്കെതിരെ ഈ INL വഹാപക്ഷം കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിരുന്നു. ഈ അപ്പീൽ കഴിഞ്ഞ ദിവസം ജില്ലാ കോടതി തള്ളിയിരുന്നു. ദേശീയ കമ്മിറ്റി ഈ വഹാപക്ഷം വിഭാഗത്തിനെതിരായ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഹർജി, അതിനെതിരെ വഹാപക്ഷം പോയിരുന്ന അപ്പീൽ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ INL വഹാ വിഭാഗം പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാഷണൽ ലീഗ് എന്നാണ് പുതിയ പാർട്ടിയുടെ പേര് എന്ന് ഇപ്പോൾ ഭാരവാഹികൾ അറിയിക്കുകയാണ്. ഇതിന്റെ പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ് പ്രസിഡന്റും നാസർ കോയത്തങ്ങൾ ജനറൽ സെക്രട്ടറിയുമായാണ് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി പറയുന്നത് LDF-മായി സഹകരിച്ചു പോകുമെന്നുള്ളതാണ്. LDF കൺവീനറുമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. LDF-ന്റെ ഭാഗമാക്കുമെന്ന് LDF കൺവീനർ പറഞ്ഞിട്ടുണ്ട്, ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുകൂടി INL വഹാബ് വിഭാഗം ഇപ്പോൾ നാഷണൽ ലീഗ് നേതാക്കൾ വ്യക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുകയാണ്. ഫാരിഷ.